ഇതാണ് നമ്മുടെ വണ്ടി. മൂടിയിട്ടിരിക്കുകയാണ്. കാലം കുറേ മൂടിയിട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. വണ്ടീൻ്റെ ഓണർ ഗൾഫിൽ പോകുമ്പോൾ വെച്ച് പോയ സ്ഥലമാണ്. ഏകദേശം 2 വർഷത്തോളം ആ ഇരുത്തം വണ്ടി അവിടെ ഇരുന്നു. കുറേ ആരൊന്നും തിരിഞ്ഞു നോക്കാതായപ്പോൾ ഉമ്മ കൊണ്ടുപോയിക്കൊണ്ട് ഒരു ദാർപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് വെച്ചതാണ്. അത് ഇട്ടുകൊണ്ട് കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി. ഇല്ലാണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല, കംപ്ലീറ്റ് തുരുമ്പായി പോയിട്ടുണ്ടാവും. ഇത് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിൻ്റെ വീല് കറങ്ങുന്ന പോലും ഇല്ലായിരുന്നു. അതേപോലെ എടുത്തുകൊണ്ട് ആപ്പേക്കാണ്ട് എടുത്ത് വെച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ടി വന്ന്. ഞാൻ ജസ്റ്റ് തള്ളി കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ആപ്പ് എന്നെ വിളിക്കേണ്ടി വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അതുപോലെ മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. കംപ്ലീറ്റ് നിങ്ങളൊന്ന് കണ്ടോളിട്ടാ, ഏതൊക്കെ ഭാഗം നല്ലതുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം മോശം കണ്ടീഷൻ തന്നെയാണ്. സോക്ക് അബ്സറും വീലൊക്കെ കണ്ട 2 കഷ്ണമായിരുന്നു, ബാക്ക് വീലൊക്കെ. പിന്നെ സീറ്റ് പോന്നിക്കണ്, അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഉള്ളൂ, ലോക്കൊന്നുമില്ല. ഇനി നമ്മുടെ ആശാനെ തയ്ക്കുന്നുണ്ട്. നമ്മുടെ ആശാൻ്റെ പേര് ബിനീഷ് എന്നാണ്. പുള്ളിയാണ് ഈ വണ്ടി ഒന്ന് ക്ലിയർ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്. നല്ല വർക്കർ കേട്ടോ. ഹീറോ ഹോണ്ടയുടെ പണ്ടത്തെ ഷോറൂം വർക്കർ തന്നെയാണ് ആൾ. ഞാൻ പരിചയപ്പെട്ടതിൻ്റെ ശേഷമാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മുമ്പിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ തന്നെയായിരുന്നു തിരൂർ ഏരിയയിൽ ടെക്നീഷ്യനായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പീസാക്കി വെച്ചിരിക്കുകയാണ്. സോക്ക് അബ്സർ, വണ്ടിയുടെ എൻജിനാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി കംപ്ലീറ്റ് അത് പണിയാനുണ്ട്. ബാക്കി പാർട്സുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ടാങ്ക്, മഡ് ഗാർഡ്, അതിൻ്റെ സ്റ്റാൻഡ്, പിന്നെ കുറച്ച് പീസുകളൊക്കെ ബോഡി പാർട്സൊക്കെ കുറേ കംപ്ലൈൻറ്റ് ഉള്ളതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ച്. കാരണം വെച്ചാൽ അതൊക്കെ പറ്റ തുരുമ്പായിട്ടും പിന്നെ അതിൻ്റെ ലോക്കുകളൊക്കെ പൊട്ടിപ്പോയിട്ടും ഇപ്പോൾ ഈ പീസൊക്കെ പുതിയത് വാങ്ങിച്ചതാണ്. എടുക്കാമെന്ന് വെച്ചാൽ പുതിയത് നമ്മൾ വണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ നമുക്ക് പെയിൻറ്റ് ചെയ്യാണ്ട് ആദ്യത്തെ ഈ ഒരു ലോക്കൊക്കെ പൊട്ടിപ്പോയിരുന്നു. അത് കാരണമാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് മാറ്റിയത്. അപ്പോൾ അതൊക്കെ പുതിയത് വാങ്ങിച്ച്. പിന്നെ ചെയിൻ കവറും പുതിയത് വാങ്ങിച്ച്. ചെയിൻ കവർ ഇതിപ്പോൾ ഓൾറെഡി പെയിൻറ്റഡാണ്. പക്ഷേ ആ പെയിൻ്റ് അല്ല, നമ്മളുടെ കളറ് ആ എൻജിൻ്റെ കളറിനോട് സാമ്യമായിട്ട് സെയിം കളർ തന്നെ അടിക്കണമെന്ന് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ആൾ പറഞ്ഞപ്പം അതങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ പെയിൻറ്റിങ്ങിന് കൊടുക്കുന്ന വെച്ച് തന്നെയാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് ഈ പഴയ പീസുകളൊക്കെ കംപ്ലീറ്റ് ഒന്ന് ചുരണ്ടി ഒഴിവാക്കണം, പിന്നെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കി ഐറ്റംസുകൾ. ഈ ബാക്കിയുള്ള ഈ പഴയ പീസുകൾ ശരിയാക്കി എടുക്കാനാണ് വലിയ പാട്. കാരണം വെച്ചാൽ അതിനുള്ള ഓൾറെഡി ഉള്ള പെയിൻറ്റ് കംപ്ലീറ്റ് ചുരണ്ടി ഒഴിവാക്കിയിട്ട് വേണം പുതിയതായിട്ട് ചെയ്യാൻ. ഇപ്പോൾ ഉള്ള പെയിൻറ്റിൻ്റെ മേലെ കൂടെ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നുവെച്ചാൽ അത് കണ്ടീഷൻ മോശമാവുമെന്നാണ് പറയണത്. നമ്മുടെ മീറ്ററാണിത്. അത് മോശം തന്നെയാണ്, കണ്ടീഷൻ ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ ചുരണ്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വണ്ടിയുടെ. അതായത് പഴയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചുരണ്ടി ഒഴിവാക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. കംപ്ലീറ്റ് തുരുമ്പായിക്കണം. ആ റെഡ് കളറിൽ വരുന്നുണ്ടോ, അത് തുരുമ്പ് ഉണ്ടായതുകൊണ്ടാണ് ആ റെഡ് കളർ വരുന്നത്. കംപ്ലീറ്റ് ഇനി വെറുതെ നല്ല വൃത്തിയിലാക്കി എടുക്കണം അത് ആദ്യം. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ആ സംഭവങ്ങൾ നടക്കാനുണ്ട്. ഇതവർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു മെറ്റലിൻ്റെ ടൈപ്പ് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ പെയിൻറ്റ് റിമൂവർ ഇട്ടിട്ടൊന്നും അതുകൊണ്ട് ഇളകി പോരാത്തൊരു കണ്ടീഷനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ആ മെറ്റൽ ബ്രഷ് വെച്ചിട്ട് ഉരത്തി കളയണത്. ഇതൊക്കെ ഓൾറെഡി പെയിൻറ്റ് ഉരത്തി കളഞ്ഞ പീസുകളാണ്. ഒരുവിധം പീസുകളൊക്കെ ഞാൻ പോയി വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സ്പേസ് കിട്ടലുള്ളൂ. അപ്പോൾ തന്നെ അവർ ആ വർക്കൊക്കെ ഒരുവിധം തീർത്ത് വെച്ചതാണ്. ഇതൊക്കെ ഒരുവിധം ബോഡിയുടെ പാർട്സുകളും ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പീസാണ്. ഒക്കെ തുരുമ്പുണ്ട്. ഇതൊക്കെ ക്ലിയറാക്കി എടുക്കണം. ഇനി അതിലൊക്കെ ഇനിയും പണിയുണ്ട് കേട്ടോ. ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ, അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഒരുവിധം പീസുകളൊക്കെ നമുക്ക് പെയിൻ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് വന്നിട്ടുള്ളതും ഈ ഒരു സെക്ഷനിൽ തന്നെയാണ്. പെയിൻറ്റും തുരുമ്പും കളയൽ. അത്യാവശ്യം ഒരുപാട് ദിവസം എടുത്തേക്കണ് ഈ പണികളൊക്കെ ഒന്ന് തീർത്ത് കിട്ടാൻ. അത്രയേറെ തുരുമ്പ് ഉണ്ടായിരുന്നു വണ്ടിമേൽ. അതുകൊണ്ട് തന്നെയാണ് ആ സംഭവം അത്രയും ലേറ്റായതും. ഏകദേശം 1 മാസത്തോളം പെയിൻറ്റിങ്ങിന് മാത്രം ഡിലേ ആയി. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ മഴ വരും. അപ്പം മഴ വരുന്ന സമയത്ത് പെയിൻറ്റിങ് നടക്കാതെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നു. അപ്പോൾ ആ പെയിൻറ്റ് കളഞ്ഞ പീസുമേൽ ജസ്റ്റ് ഫസ്റ്റ് അവർ പ്രൈമർ കോട്ടിങ് കൊടുക്കുകയാണത്. പ്രൈമർ കോട്ടിങ് ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ട് 2 കോട്ടൻ്റെ പ്രൈമർ ഉണ്ട് പറഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് കോട്ടിങ്ങാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അത് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷനാണിപ്പോൾ അത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ പ്രൈമറായിട്ട് ചെന്നപ്പോൾ തന്നെ ഒരു സമാധാനമായി. അതിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങളിപ്പം. അത്യാവശ്യം നല്ല നീറ്റായി നമുക്ക് കിട്ടി. ഇതേപോലെ ഇനി എല്ലാ പീസുകളും ഇങ്ങനെ ആയി കിട്ടണം. പിന്നെ വേറൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടാങ്കിൻ്റെ ഭാഗത്താണ് പിന്നെ ഒരു പ്രശ്നം കിട്ടിയത്. ഇതിപ്പോൾ ടാങ്കിൻ്റെ ഈ ഒരു സൈഡൊക്കെ നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ മുന്നേ ടാങ്ക് ലീക്ക് വന്ന സമയത്ത് ലീക്കുള്ള ഭാഗത്തൊക്കെ കണ്ട MC വെച്ചിട്ട് അടച്ചതാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക്. അപ്പോൾ ആ ടാങ്കുമ്പോൾ ഇനിയും നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ അതൊരു പണി കിട്ടും എന്നുള്ളത് തോന്നിയതുകൊണ്ട് അവർ ടാങ്ക് മാറ്റാൻ പറഞ്ഞു. നമ്മൾ പൊളിയിൽ പോയിട്ട് വേറെ ടാങ്ക് എടുക്കേണ്ടി വന്ന്. ഇതാണ് ആ ടാങ്ക്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് ടാങ്ക് കേട്ടോ. സംഭവം കളറ് വേറെയാണ്. ഈ പെയിൻറ്റൊക്കെ ഇനിയും ഒഴിവാക്കിയിട്ട് പുതിയ പെയിൻറ്റ് ചെയ്യണം. അത് വേറൊരു പണിയാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നല്ല ടാങ്ക് മെറ്റൽ കണ്ടീഷനൊക്കെ നല്ല അടിപൊളി വൃത്തിയുള്ള ടാങ്കാണ്. നല്ല സൈഡൊക്കെ ഉണ്ടോ, നല്ല വൃത്തിയുണ്ട്. എവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടാങ്ക് കിട്ടിയപ്പോൾ പിന്നെ അതാക്കി. ഇനി ഈ ടാങ്ക് പെയിൻ്റ് അടിക്കണം, നമ്മുടെ ബ്ലാക്കിലേക്ക് കൊണ്ടുവരണം, ഈ പെയിൻറ്റുകളൊക്കെ ഒഴിവാക്കണം. അങ്ങനത്തെ പണികളൊക്കെ ഇനിയുണ്ട്. അങ്ങനെ ആ ടാങ്ക് നമ്മൾ വർക്കർ ഏൽപ്പിച്ച് പോയി വന്നപ്പോൾ ആൾ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് ബാക്കിയുള്ള ഒരുവിധം പീസുകളൊക്കെ കഴിഞ്ഞ് പ്രൈമർ അടിയും കാര്യങ്ങളൊക്കെ ഒരുവിധം പീസൊക്കെ ചേസ്മലൊക്കെ പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അല്ല, പ്രൈമർ കോട്ടിങ് അടിച്ചു. ഇതൊക്കെ കണ്ട നല്ല നീറ്റാക്കിയിട്ടുണ്ട്. പ്രൈമർ അടിച്ചപ്പോൾ തന്നെ നല്ലൊരു വൃത്തി വന്ന സംഭവം. എഞ്ചിന് കണ്ടില്ല നിങ്ങൾ, എഞ്ചിനും അതേപോലെ തന്നെ പഴയ പെയിൻ്റൊക്കെ ചുരണ്ടി കളഞ്ഞ്. അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, ചുരണ്ടി കളയുന്ന ഭാഗങ്ങളൊന്നും. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൾ. നമ്മളിങ്ങനെ പോയി വരണ കാരണം എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് മാത്രമേ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വർക്കൊക്കെ ഒരു ഇതൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ആ പ്രൈമർ കോട്ടിങ് ചെയ്തതിന് ശേഷം അതിന് മേലെ വീണ്ടും അവർ ഈ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ അളവിൽ വ്യത്യാസങ്ങളുള്ള ഏരിയയിലൊക്കെ നല്ല വൃത്തിയാക്കാനും വേണ്ടിയിട്ടുള്ള ഓരോരോ പരിപാടികൾ ചെയ്തതാണ്. അത് ആ പ്രൈമറിൻ്റെ മേലെയാണ്. ഇനി ഇതും ചുരണ്ടലും കാര്യങ്ങളും ഒരതലൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരിക. ഇതതിൻ്റെ മുന്നേ പ്രൈമർ അടിച്ച് വെച്ചിട്ടുള്ളത്. പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞൊരു കണ്ടീഷനാണ്. ഞാൻ പിന്നെ പോയി വന്നപ്പോൾ തന്നെ ഈ ഒരു കണ്ടീഷനിലായി കണ്ട്. അത് കണ്ടപ്പോഴും കുറേ സന്തോഷമായി. ഈ ഒരു ബ്ലാക്ക് കണ്ടീഷനിൽ എത്തിയപ്പോൾ തന്നെ ഒരുപാട് പീസുകൾ അങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇത് ആ ബാക്കത്തെ വീലിൻ്റെ സെക്ഷനാണ്, ബാക്ക് മറുകാട് അതൊക്കെ തീർത്ത്. അതേപോലെ അത് നമ്മളെ ബാക്കത്തെ പിടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയുടെ ചേസ് പിന്നെ എല്ലാം നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കും കഴിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ പൊടി വന്നിട്ടുണ്ട്. അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇനി അടുത്തതായിട്ട് ബാക്കിയുള്ള ഫിറ്റിങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പറഞ്ഞ് അവർ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കാൻ പറഞ്ഞു. നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ആൾ രാജേഷ് ഭായി ആണ് വണ്ടി പെയിൻറ്റിങ് ഏറ്റെടുത്തിട്ടുള്ളത്. ആൾ അടിപൊളി വർക്കാട്ടോ. സംഭവങ്ങൾ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എൻജിന് പ്രൈമർ കോട്ടിങ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് തന്നെയാണ്. പിന്നെ സോക്കപ്സറിനാലാണ് നമുക്ക് അടുത്ത പണി കിട്ടിയത്. സോക്കപ്സർ 2 സോക്കപ്സറും പോയിക്കണ്. അതിൻ്റെ ഓയിലൊക്കെ ലീക്കായി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയ സിറ്റുവേഷനാണ്. അത് വേറെ വാങ്ങിച്ചു, വേറെ നിവൃത്തിയില്ല. അതുപോലെ ടയർ വാങ്ങിച്ചു. പിന്നെ റിമ്മ് 2ഉം പോയിക്കണല്ലോ. പിന്നെ റിമ്മ് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടോ, പുറത്തുനിന്ന് നമ്മൾ എടുത്തില്ല. പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പലർക്കും പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ള അറിഞ്ഞപ്പം പുറത്തുനിന്ന് എടുത്തില്ല. അതൊക്കെ ഷോറൂമിൽ തന്നെ എടുത്ത്. അതിൻ്റെ കമ്പികൾ അതൊക്കെ ഷോറൂം സാധനങ്ങൾ തന്നെയാണ്, പുറത്തുനിന്നൊന്നും എടുത്തില്ല. അതിന് ശേഷം അത് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ടയർ കയറ്റലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പുറത്തുനിന്ന് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി പണിയെടുക്കുന്ന സ്ഥലത്ത് ഇതിനുള്ള സജ്ജീകരണങ്ങളൊന്നും അവിടെ ഇല്ല. എന്ന് വെച്ചാൽ എല്ലാം അവിടെ വണ്ടി പണി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്ത് വേറെ ഷോപ്പിൽ പോയിട്ട് വണ്ടി വിളിച്ച് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. ഈ ആളും അടിപൊളിയാട്ടോ, നല്ല വൃത്തിക്ക് ചെയ്തു തന്നു ആൾ. അതിന്മേൽ സ്ക്രാച്ച് ആവരുതെന്ന് പറഞ്ഞപ്പം ആ റിമ്മിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു സംഭവത്തിന്മേൽ സ്ക്രാച്ച് ആവരുതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേറെ എക്സ്ട്രാ ഒരു സംഭവമൊക്കെ അവിടെ ഇട്ടുങ്ങാണ്ട് നല്ല വൃത്തിക്ക് ചെയ്തു തന്നു അവിടെ, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. പലരും ടയറിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും സൈഡൊക്കെ സ്ക്രാച്ച് ആക്കിയിട്ട് തന്നെ തരുള്ളൂ. പക്ഷേ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വർക്ക് കഴിഞ്ഞപ്പോൾ. ഇഷ്ടപ്പെട്ടു ആളുടെ വർക്ക് എന്തായാലും. ഇനിയിപ്പോൾ ഫിറ്റിങ്ങും കാര്യങ്ങളാണ് തുടങ്ങാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഒരുവിധം സാധനങ്ങളൊക്കെ ആയി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഒന്ന് പോയി വന്നപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു രീതിയിലേക്ക് വണ്ടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻജിൻ കയറ്റി ചൈസ് സോക്കപ്സറൊക്കെ സെറ്റ് ചെയ്ത് ഇനി ബാക്കിയുള്ള വർക്കൊക്കെ തീർക്കണമെങ്കിൽ ബാറ്ററി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബാറ്ററി വാങ്ങിച്ചു കൊടുത്ത്
അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ബോർഡിങ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കണ്ടീഷനിലാക്കിയിട്ട് വണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. എന്നാൽ പോലും ഇതിന്മേൽ ഇനിയും ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ പീസുകൾ മിസ്സിങ് ഉണ്ടായിരുന്നു. മീറ്ററൊക്കെ നല്ല വൃത്തിയായി. ആദ്യത്തെ മീറ്റർ നിങ്ങൾ കണ്ടതല്ലേ, ഈ ഒരു മീറ്ററിൻ്റെ വൃത്തി കണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി എടുത്ത് ഇനി ഇതിൻ്റെ മേലെ ഇനി സ്റ്റിക്കറിങ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക. അതായത് ഫൈനൽ കോട്ട് ജസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സ്റ്റിക്കറിങ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇനിയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഫിറ്റിങ് മാത്രമാണ്. ഇത് ഇനിയും അയച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത് സ്റ്റിക്കറിങ് വേറെ സ്ഥലത്തായ കാരണം വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് തന്നതാണ്. സ്റ്റിക്കറിങ്ങും ബാക്കിയെല്ലാം കഴിഞ്ഞ് ഫൈനൽ കണ്ടീഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എല്ലാ പണിയും കഴിച്ചിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ. ആ ഒരു തെങ്ങിൻ്റെ ചോട്ട് കിടന്നിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ആയി കിട്ടിയത് നമുക്ക്. എന്തായാലും ഒരുപാട് ആളുകൾ അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നിൽക്കുന്നതാണ് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ആൾ രാജേഷ് ഭായ്. പെയിൻറ്റിങ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ആളൊരു രക്ഷയില്ല. പക്ക ഫിനിഷിങ് ആക്കിയിട്ടാണ് തന്നത് ആൾ കയ്യിൽ. നല്ല നീറ്റുമായി. വർക്കിൻ്റെ കാര്യത്തിൽ പറയാൻ വയ്യ കേട്ടോ. അടുത്ത നമ്മളെ വണ്ടീൻ്റെ ആൾക്ക് ഇനിയിപ്പോൾ താക്കോൽ കൈമാറ്റം നടത്തി നമ്മളെ വണ്ടിയാണ് കൈമാറ്റം ചെയ്ത്. ഇതാണ്ടാ വണ്ടിയുടെ RC ഓണർ എന്ന് പറഞ്ഞ ആൾ ഷുഹൈബ് എന്നാണ് പേര്. എല്ലാവരും കണ്ടോളി. ആൾ വണ്ടിയായിട്ട് പോകും കേട്ടോ. ഇതുവരെ ആൾ ഗൾഫിൽ നിന്ന് RC ഓണർ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇറക്കാൻ നേരത്തെ വന്നിട്ട് ഇതേ വണ്ടിയും കൊണ്ട് ആളാണ്ട് പോയി.